ഹലോ വെൽക്കം ടു വിങ്സ് ടു ലവ്. ഈ വീഡിയോയിൽ റസ്കിൻ പോണ്ടിൻ്റെ ആൻ ഐലൻഡ് ഓഫ് ട്രീസ് എന്ന് പറയുന്ന സ്റ്റോറിയാണ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് കേട്ടോ. സോ മറ്റൊരു ഷോർട്ട് സ്റ്റോറിയാണ് ആൻ ഐലൻഡ് ഓഫ് ട്രീസ്. ഈ സ്റ്റോറി എന്ന് പറയുന്നത് എന്താണ്, ഒരു നേച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. ഇവിടെ രണ്ട് ക്യാരക്ടർ ഉണ്ട്, കോക്കി ആൻഡ് ഗ്രാൻഡ് മദർ. ഇവരിലൂടെയാണ് നമ്മുടെ ഈ പ്രകൃതിയെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്ന രീതിയിൽ റസ്കിൻ ബോണ്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ലാംഗ്വേജ് വൈസ് ആണെങ്കിൽ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജ് ആണ്, എല്ലാവർക്കും റീഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് റിട്ടൺ ചെയ്തിരിക്കുന്നത് കേട്ടോ. ആൻഡ് An Island of Trees tells the history of a child's family through her grandmother's narrative. നമ്മുടെ ഗ്രാൻഡ് നറേറ്റീവിൽ ഗ്രാൻഡ് മദറിൻ്റെ ഒരു റിവീലിംഗ് ആണല്ലോ, ചൈൽഡ്ഹുഡ് മെമ്മറീസ് ആണ് എന്താണ് ഈ സ്റ്റോറിയിലുടനീളമുള്ളത്. ആൻഡ് അത് റിഫ്ലക്റ്റ് ചെയ്യുന്ന നമ്മുടെ ഈ ഓതറിൻ്റെ തന്നെ ഒരു ജെന്യുവിൻ ലവ് ആൻഡ് കമ്മിറ്റ്മെൻറ്റ് ടു നേച്ചറിനോടുള്ളൊരു കമ്മിറ്റ്മെൻറ്റും ഒരു ലவ்വാണ് ഇത് എന്താണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ആൻഡ് ഇത് നമ്മൾ ഇൻസ്പയർ ചെയ്യുന്നുണ്ട് ഇനി ട്രീസ് എന്താണ് ഡെവലപ്മെൻറ്റിൻ്റെ പേരിൽ കട്ട് ചെയ്യരുത് എന്നും ഒരുപാട് മരങ്ങൾ പ്ലാന്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന രീതിയിൽ നമ്മളെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം തന്നെയാണ്, നമ്മൾ ഡെവലപ്മെൻറ്റിൻ്റെ പേരിൽ നമ്മൾ ഒരുപാട് ട്രീസ് എന്താണ് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട് അല്ലേ. സ്റ്റോറി തുടങ്ങുന്നത് ഇപ്രകാരമാണ്. കോഗി ആൻഡ് ഹെർ ഗ്രാൻഡ് മദർ were sitting on a string cot in the shade of an old jackfruit tree, and grandmother was talking about her father and his great love for trees and flowers. ഈ ഒരു പാരഗ്രാഫിൽ തന്നെ നമുക്കത് പ്രൂവൺ ആണ് അവരെത്രമാത്രം നേച്ചറുമായിട്ട് റിലേറ്റഡ് ആണല്ലേ. അവരെവിടെയാണ് ഇരിക്കുന്നത് അല്ലേ. ദേ ആർ സിറ്റിംഗ് ഓൺ എ സ്ട്രിങ് കോട്ട് ഇൻ ദ ഷെയ്ഡ് ഓഫ് എൻ ഓൾഡ് ജാക്ക് ഫ്രൂട്ട് ട്രീ ആൻഡ് ഗ്രാൻഡ് മദർ ഈസ് ടോക്കിംഗ് അബൌട്ട് ഹെർ ഫാദർ അല്ലേ. ഫാദറിന് ആ ട്രീസുമായിട്ടും ഈ നേച്ചറുമായിട്ടും എത്രമാത്രം കമ്മിറ്റ്മെൻ്റ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ ഡിസ്കസ് ചെയ്യുന്നത്. ഷി ഡിസ്ക്രൈബ്സ് ആൻ ഇൻസിഡൻറ്റ് വെൻ ഷി noticed the tendril of a creeping vine that was trailing near her feet, moving slowly away from her to her father. The scientific explanation for the plant's behavior is different, but she refuses to believe. ആൻഡ് നമ്മൾ പറയുന്നുണ്ടല്ലേ, അത് ഫാദറിൻ്റെ എടുത്തോട്ട് അത് പോവുകയാണല്ലേ. നമ്മുടെ ഒരു സയൻറ്റിഫിക് പ്രകാരം നമുക്കത് നമുക്കത് അൺപ്രഡിക്റ്റബിളാണ്, നടക്കൂല എന്ന് പറയുന്ന സംഭവം. അത് മേ ബി നമ്മൾ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അത്രമാത്രം അവർ കണക്റ്റഡ് ആണ്, നേച്ചറും നമ്മുടെ ഗ്രാൻഡ് മദറിൻ്റെ ഫാദറും അത്രമാത്രം കണക്റ്റഡ് ആണെന്നാണ് അതിൽ പ്രൂവ് ചെയ്യുന്നത് കേട്ടോ. She further informs Kogi that her grandfather was in the Indian Forest Service, and so it was natural that he should know, understand and like trees. Okay, അപ്പോൾ നമ്മുടെ ഗ്രാൻഡ് ഫാദർ എവിടെ വർക്ക് ചെയ്യുന്നത്, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിലാണ്. മേ ബി അതുകൊണ്ടായിരിക്കും കുറച്ചുകൂടി കണക്റ്റഡ് ആയല്ലേ. അപ്പോൾ ആ റിട്ടയർമെൻറ്റിന് ശേഷമാണ് അദ്ദേഹം ഒരുപാട് പ്ലാന്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ട്രീസൊക്കെ പ്ലാന്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു. കാരണം അദ്ദേഹം ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിലാണ് വർക്ക് ചെയ്തത്. അപ്പോൾ ഫോറസ്റ്റിനുമായും അത്രമാത്രം കണക്റ്റഡ് ആയിട്ടുള്ള ഒരാളാണ് ഗ്രാൻഡ് ഫാദർ എന്ന് പറയുന്നത്. ഇനി പറയുന്നത് ഒരു പീപ്പിൾ ട്രീയും അതേപോലെ ഒരു ടെമ്പിളും തമ്മിലുള്ള കണക്ഷനാണ് അല്ലേ. ദ ട്രീ പ്രൊട്ടക്ട്സ് ദ ടെമ്പിൾ ആൻഡ് ദ ടെമ്പിൾ പ്രൊട്ടക്ട്സ് ദ ട്രീ അല്ലേ. ഒരുപാട് ആൾക്കാർ പറഞ്ഞിരുന്നു ആ പീപ്പിൾ ട്രീ കട്ട് ചെയ്യണം, ബിക്കോസ് അത് ടെമ്പിളിന് ഭീഷണിയാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ കട്ട് ചെയ്തില്ല. അപ്പോൾ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്യാണ് അല്ലേ. ഓക്കെ, ആൻഡ് ബോണ്ട് പാസസ് ഓൺ ദ വാല്യുബിൾ മെസ്സേജ് ടു ദ റിപ്ലൈ ഓഫ് ഗ്രാൻഡ് മദർ ടു ദോസ് ഹൂ വാണ്ട് ടു destroy trees in the name of development. The grandmother does not destroy a grown tree to save a temple. Rather, he decides to shift the temple. Humans must develop such understanding and save ട്രീസ്. ഓക്കെ, ഇപ്പം ഇവിടെ എന്ന് പറയുന്നത് ഒരു ടെമ്പിളിന് വേണ്ടി ആ ട്രീ കട്ട് ചെയ്യാൻ ആരും സമ്മതിച്ചിട്ടില്ല, നമ്മൾ ഗ്രാൻഡ് ഫാദർ സമ്മതിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെയാണ് ഒരു നല്ലൊരു ഗ്രേറ്റ് മെസ്സേജാണ് ഇതുകൂടി പാസ് ചെയ്യുന്നത് അല്ലേ. അപ്പം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഇൻ ദ നെയിം ഓഫ് ഡെവലപ്മെൻറ്റ് എന്ന പേരിൽ നമ്മൾ ഒരുപാട് ട്രീസ് കട്ട് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ഒരു ടെമ്പിളിന് ഭീഷണിയായിട്ടാണ് നമ്മുടെ പീപ്പിൾ ട്രീ ഉള്ളത്. പക്ഷേ നമ്മുടെ ഈ ഗ്രാൻഡ് ഫാദർ കട്ട് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. പക്ഷേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. അവർ രണ്ടുപേരും പ്രൊട്ടക്റ്റ് ചെയ്യാണ്, പരസ്പരം പ്രൊട്ടക്റ്റ് ചെയ്തു. ട്രീ എന്തിനു വേണ്ടി, നമ്മുടെ ടെമ്പിളിനും പ്രൊട്ടക്റ്റ് ചെയ്ത് നിന്നു അല്ലേ. നമ്മുടെ അവിടെ ഷിഫ്റ്റ് ചെയ്തത് ഹി ഡിസൈഡ് ടു ഷിഫ്റ്റ് ദ ടെമ്പിൾ ഷിഫ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോഴെന്താണ്
ട്രീനെ കട്ട് ചെയ്യാൻ ആരും സമ്മതിച്ചില്ല, ഗ്രാൻഡ് ഫാദർ സമ്മതിച്ചിട്ടില്ല. സ്റ്റോറിയുടെ എൻഡ് ആകുമ്പോൾ നമ്മുടെ ഗ്രാൻഡ് മദർ കോഗിനോട് ഒരു കാര്യം പറയുന്നുണ്ട്. വെൻ ഐ ഗ്രൂ അപ്പ് ഐ വാസ് മാരീഡ് ആൻഡ് വെൻറ്റ് ടു ലിവ് വിത്ത് യുവർ ഗ്രാൻഡ് ഫാദർ ഇൻ ബോംബെ. വി വർ ദർ ഫോർ മെനി ഇയേഴ്സ് ആൻഡ് ഐ കുഡ് ഓൺലി വിസിറ്റ് മൈ പാരൻസ് ഹിയർ വൺസ് ഓർ ട്വൈസ് ഇൻ ഓൾ ദാറ്റ് ടൈം. ഐ ഹാഡ് നോ ബ്രദേഴ്സ്, സോ വെൻ മൈ പാരൻസ് ഡൈഡ് ദേ ലെഫ്റ്റ് ദ ഹൗസ് ടു മീ. ഇറ്റ് വിൽ ബി യുവേഴ്സ് വൺ ഡേ. വുഡ് യു റാദർ ലിവ് ഹിയർ ഓർ ഇൻ ദാറ്റ് പൊക്കി ലിറ്റിൽ ഹൗസ് ഇൻ ദ ടൗൺ? അപ്പോൾ നമ്മുടെ ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണല്ലേ. അപ്പോൾ എൻ്റെ കല്യാണം, ഞാൻ വളർന്നപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് എന്താണ്, ഞാൻ എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ കൂടെ ബോംബെയിലാണ് ഞാൻ താമസിച്ചത്. എനിക്ക് ബ്രദറും അതേപോലെ സിബ്ലിങ്സ് ആരുമില്ല. അതുകൊണ്ടാണ് എൻ്റെ അച്ഛനും അമ്മയും മരിച്ചതിന് ശേഷം എനിക്ക് വന്നത്. ഓക്കെ, ആൻഡ് ഇത് ഒരു ദിവസം എൻ്റെ സ്വന്തമാകും. ആ ടൈമിൽ നീ എന്താണ് ഇവിടെ താമസിക്കുമോ, അതേപോലെ ഒരു പൊക്കി ലിറ്റിൽ ഹൗസ് ഇൻ ദ ടൗണിൽ അവിടെ താമസിക്കുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ് ലാസ്റ്റ് നമ്മുടെ ഗ്രാൻഡ് മദർ ചോദിക്കുന്നത്. ഹിയർ സെഡ് കോഗി, ബട്ട് ഓൺലി ഇഫ് യു ആർ ഹിയർ ടു ഗ്രാനി. അപ്പോൾ ഇവിടെ ഉണ്ടാകും, കാരണം നിങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ ഞാനിവിടെ ഉണ്ടാവും എന്ന് ആര് പറയാണ്, കോഗി ഉണ്ടാവുക. ബട്ട് നമ്മുടെ ഗ്രാനി പറയണം ദ ട്രീസ് വിൽ ബി ഹിയർ. ആരൊക്കെ ഉണ്ട്, നമ്മുടെ ട്രീസ് ഉണ്ട്. ആൻഡ് വാട്ട് അബൌട്ട് ദ ഐലൻഡ്, ദ ട്രീസ് യു പ്ലാന്റഡ് വിത്ത് യുവർ ഫാദർ, ആർ ദ സ്റ്റിൽ ഹിയർ? ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ. ഇവിടെ നിന്നൊക്കെ ഒരു ഇൻറ്റിമേറ്റ് റിലേഷനാണ്, നമ്മുടെ നേച്ചറിനോടുള്ള അത്രമാത്രം കണക്റ്റഡ് ആയിട്ടുള്ള ഒരു മൊമെൻ്റാണ് ഇവിടെ റിവീൽ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമ്മളൊക്കെ ഒരു സിറ്റി ലൈഫ് ഒഴിവാക്കിയിട്ട് ആരെങ്കിലും ഇവിടെ ഒരു ലൈക്ക് ഇത്രയും മരങ്ങളുടെ ഇടയിൽ താമസിക്കുക ഒരിക്കലുമില്ല. പക്ഷേ ഇവിടെ കോഗി തയ്യാറാണ്, കോഗിക്ക് ഇഷ്ടമാണ് അല്ലേ. ഗ്രാൻഡ് മദറിൻ്റെ പോലെ തന്നെ കോഗിയുടെ ഒരു പേഴ്സ്പെക്റ്റീവ് എന്ന് പറയുന്നതും സെയിം ആണ്. കോഗിക്ക് ഇവിടെ വന്ന് താമസിക്കാനാണ് ആഗ്രഹം അല്ലേ, ഇവിടെ ഈ പ്രകൃതിയുമായിട്ട് ഇണങ്ങി ജീവിക്കാനാണ് അല്ലേ. ഇപ്പോൾ ഇവിടെ ലാസ്റ്റായിട്ട് നമ്മുടെ ഗ്രാൻഡ് മദർ ഒരു മൊമെൻറ്റ് ഷെയർ ചെയ്യുന്നുണ്ട്. അത് അത്രമാത്രം ഒരു കണക്റ്റഡ് ആയിട്ടുള്ള ഒരാൾക്ക് അത് ഫീൽ ചെയ്യാൻ കഴിയുള്ളൂ. It was in February, I remember, and as I looked across the dry river bed, my eyes was immediately caught by the spectacular red plumes of the coral blossom. അപ്പോൾ ഒരു ഫെബ്രുവരി മാസമാണ് അല്ലേ. അപ്പോൾ നമ്മുടെ ഗ്രാൻഡ് മദർ റിവീൽ ചെയ്യുന്നൊരു കാര്യമാണ്, ഫെബ്രുവരി മാസമാണ്. അപ്പോൾ അവിടെ ഗ്രാൻഡ് മദർ ഒരുപാട് നമ്പർ ഓഫ് പാരറ്റ് എന്താണ് ആ ഐലൻഡിൽ താമസിക്കുന്നുണ്ട്. ഇറ്റ് ലൈക്ക് ഒരു ഗ്രീൻ പാരഡൈസ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ. അതേപോലെ ഡീർ എന്താണ് അവിടെ ഹൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഫാദറിൻ്റെ സ്വപ്നമാണ് ഇവിടെ സാക്ഷാത്കരിക്കുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ ട്രീസിനെ ടച്ച് ചെയ്യുമ്പോൾ ഒരു ഓൾഡ് ഫ്രണ്ടിനെ ടച്ച് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ടെന്നൊക്കെ നമ്മുടെ ഗ്രാൻഡ് മദർ പറയുന്നുണ്ടല്ലേ. ഐ റാൻ മൈ ഹാൻഡ്സ് ഓവർ ദ barks, and it was like touching the hands of old friends. And looking around, I noticed that other small trees and wild plants and grasses had sprung up under the protection of those whom we had planted there. The trees had multiplied, the forest was on the move. In one small corner of the world, my father's dream was coming true, and trees were walking again. Okay, ഒരു സ്മാൾ പോർഷൻ അല്ലേ, ഒരു എർത്തിൻ്റെ ഒരു ചെറിയൊരു പോർഷനിൽ എന്താണ് നമ്മുടെ ഗ്രാൻഡ് ഫാദറിൻ്റെ നമ്മളുടെ ഗ്രാൻഡ് മദറിൻ്റെ ഫാദറിൻ്റെ ഡ്രീം എന്താണ്, ഇങ്ങനെ ദ ഡ്രീംസ് വാസ് കമ്മിങ് ട്രൂ അല്ലേ. മൈ ഫാദേഴ്സ് ഡ്രീം വാസ് കമ്മിങ് ട്രൂ, അതെന്താണ് സത്യമാവാൻ തുടങ്ങുകയാണ് അല്ലേ. ഓക്കെ, അവിടെ ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ അല്ലേ, ഒരു കൈൻഡ് ഓഫ് ഒരു ഹാപ്പിയാണല്ലോ, ഹാപ്പിനെസ്സാണ് അവിടെ കാണുന്നത് അല്ലേ. ഗ്രാൻഡ് മദറിൻ്റെ ഫാദർ എപ്പോഴും പറയാറുണ്ട്, വി ആർ നോട്ട് പ്ലാന്റിങ് ഇറ്റ് ഫോർ പീപ്പിൾ ടു സീ, സെഡ് മൈ ഫാദർ. വി ആർ പ്ലാന്റിങ് ഇറ്റ് ഫോർ ദ എർത്ത് ആൻഡ് ഫോർ ദ ബേർഡ്സ് ആൻഡ് ആനിമൽസ് ഹു ലൈവ് ഓൺ ഇറ്റ് ആൻഡ് നീഡ് മോർ ഫുഡ് ആൻഡ് ഷെൽട്ടർ. നമ്മളൊരിക്കലും മരങ്ങൾ നടുന്നത് ഒരിക്കലും നമുക്ക് വേണ്ടിയല്ല അല്ലേ, മനുഷ്യന്മാർക്ക് വേണ്ടിയല്ല. ആർക്ക് വേണ്ടിയാണ്? എർത്തിന് വേണ്ടിയാണ്, ബേർഡ്സിന് വേണ്ടിയാണ്, ആനിമൽസിന് വേണ്ടിയാണ്. ഫാദറിൻ്റെ ഒരു ഡ്രീമാണ്. അദ്ദേഹം പറയാറുണ്ട്, വൺ ഡേ ദ ട്രീസ് വിൽ മൂവ് അഗെയിൻ. ഒരു ദിവസം നമ്മുടെ ഈ ട്രീസൊക്കെ മൂവ് ചെയ്യാൻ തുടങ്ങും. ദേ ഹാവ് ബീൻ സ്റ്റാൻഡിങ് സ്റ്റിൽ ഫോർ 1000 of years, ബട്ട് വൺ ഡേ ദേ വിൽ മൂവ് അഗെയിൻ അല്ലേ. ഓക്കെ, ദേ ഹാവ് ബീൻ സ്റ്റാൻഡിങ് സ്റ്റിൽ ഫോർ 1000 of years അവർ സ്റ്റാൻഡ് ചെയ്യും, ബട്ട് വൺ ഡേ ദേ വിൽ മൂവ് അഗെയിൻ. പക്ഷെ ഒരു ദിവസം അവർ മൂവ് ചെയ്യും. ദർ വാസ് എ ടൈം വെൻ ട്രീസ് കുഡ് വാക്ക്
എബൌട്ട് ലൈക്ക് പീപ്പിളുടെ പോലെ എന്താണ് ട്രീസും എന്താണ് വർക്ക് ചെയ്യുന്നൊക്കെ പറയുകയാണ് അല്ലേ. അപ്പോൾ നല്ലൊരു സ്റ്റോറിയാണ്, നമുക്ക് ഇങ്ങനെ കേട്ടിരിക്കാൻ അല്ലെങ്കിൽ ഇങ്ങനെ റീഡ് ചെയ്യാൻ തോന്നുന്ന രീതിയിലാണ് അല്ലേ. അത്രമാത്രം നല്ല ഇൻറ്റിമേറ്റ്, നമ്മുടെ ഒരു നേച്ചറുമായിട്ട് അത്രയും കണക്റ്റഡ് ആയിട്ട് എഴുതിയ ഒരു സ്റ്റോറിയാണ് ആൻ ഐലൻഡ് ഓഫ് ട്രീസ് എന്ന് പറയുന്നത്. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഞാനതിൻ്റെ ഒരു ചെറിയൊരു സമ്മറി ഞാനതിലിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിഫിക്കേഷനോ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് സ്റ്റോറി. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.